ഒരാൾ മരിച്ചു കഴിഞ്ഞാ നമ്മുടെ വിശ്വാസപ്രകാരം ആത്മാവിന്റെ ശാന്തിക്കുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. ബലിയിടണം. മരണാനന്തര ക്രിയകൾ നമുക്കുടനെ ചെയ്യണം. ഋഷി എവിടെയാ കുഴിച്ചു മൂടിയതെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഋഷിയുടെ അസ്ഥികൾ ഞാൻ കൊണ്ടുവരും. നമുക്കത് പുണ്യതീർത്ഥത്തിൽ എവിടെയെങ്കിലും ഒഴുക്കാം. എന്റെ മോൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഉണ്ട്. മാഡം എന്താ പറഞ്ഞത്? ഋഷി ജീവനോടെ ഉണ്ടെന്നോ? അപ്പോ ഋഷി ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മാഡം അഭിനയിക്കായിരുന്നല്ലേ? അപ്പോ ഋഷിയെ നന്ദു കൊന്നെന്ന് പറഞ്ഞത്? ഋഷിയെ കൊന്ന കേസിലല്ലേ നന്ദുവിനെ തേടി പോലീസ് നടക്കുന്നത്? ഋഷി അവൻ മരിച്ചിട്ടില്ലേ മാഡം? ദേവിക, എന്റെ മോൻ മരിച്ചിട്ടില്ല. മാഡം, മാഡത്തിന്റെ നാവിൽ നിന്നും ഇത് കേൾക്കാനാ ഞാൻ വന്നത്. മരണപ്പെട്ടു എന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് മകനുമൊത്ത് കുറെ കാലം മാഡം ഇവിടെ ജീവിച്ചു. പക്ഷെ അവസാനം നന്ദുവിനെ കൊടുക്കാൻ ചെയ്ത നാടകകഥ പുറത്താവുമെന്ന് വന്നപ്പോ അവനെ നാട് കടത്താൻ തീരുമാനിച്ചു. അവൻ ഋഷി ഇപ്പൊ എവിടെയാ മാഡം? അറിയില്ല അല്ലേ? ഇല്ല, എന്റെ മോനെ കാണാനില്ല. അതിന്റെ വേദനയിൽ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോ നമ്മളിപ്പോ തുല്യ ദുഃഖിതരാ. മകനെ നഷ്ടപ്പെട്ട അമ്മയും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയും. നന്ദു ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് ഞാനിരിക്കുന്നു. മാഡവും ഋഷിയെ പ്രതീക്ഷിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. നമ്മൾ രണ്ടു കൂട്ടരുടെയും കാത്തിരിപ്പിന് ഒരവസാനം ഉണ്ടാക്കാനാ ഞാൻ എത്തിയിരിക്കുന്നത്. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു ഈ പറയുന്നേ? ഞാൻ നന്ദുവിനെ കണ്ടെത്താൻ പോലീസിൽ പരാതിപ്പെട്ട് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. പരാതി കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, ഞാനും മാഡവും. എന്താ മാഡം, പരാതികൾ നമ്മൾ തമ്മിലല്ലേ കൈമാറേണ്ടത്? നന്ദുവിനെ കിട്ടാൻ ഞാൻ മാഡത്തിന് പരാതി തരണം. ഋഷിക്ക് വേണ്ടി മാഡം കംപ്ലൈന്റ് തരേണ്ടത് എനിക്കും. എന്താ നീ പറയുന്നേ? ഋഷിയെ തെരഞ്ഞ് കഷ്ടപ്പെടണ്ട. ഒരിടത്തും പരാതി കൊടുക്കും വേണ്ട. ഞാൻ തരും മാഡത്തിന്റെ മകനെ. ദേവിക്ക്, നീ എന്തൊക്കെയാ പറയുന്നേ? മാഡം പറഞ്ഞത് ശരിയാ. ഋഷി ജീവനോടെ ഉണ്ട്, പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെയുണ്ട്. അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ മാഡം. ഋഷിയുടെ മരണം കേട്ടിട്ടും ഞെട്ടാത്ത ആള് ദാ ഇപ്പൊ ഞെട്ടുന്നു. ഋഷി? മാഡം പേടിക്കണ്ട, ഞങ്ങളുടെ കസ്റ്റഡിയില് അവൻ സേഫ് ആയിട്ടിരിക്കുന്നു. എന്താടി, എന്താ നീ പറയുന്നേ? മാഡം ടെൻഷൻ ആവണ്ട, കൂൾ കൂൾ ഡൗൺ. പറഞ്ഞില്ലേ, നാട് വിടാൻ ഒരുങ്ങിയിറങ്ങിയ ഋഷിയെ ഞങ്ങൾക്ക് പൊക്കേണ്ടി വന്നു. കിടന്ന് ബഹളം വെച്ചപ്പോഴേ ചെറുതായിട്ടത് പൊട്ടിക്കേണ്ടിയും വന്നു. എടി, നീ എന്റെ മോയെ തട്ടിക്കൊണ്ടുപോയിന്നോ? നിന്നെ ഞാനുണ്ടല്ലോ. ഏയ്, ഋഷി സേഫ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷിക്കല്ലേ മാഡം വേണ്ടത്? പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് കരുതണ്ട. ഞാൻ ഇന്നേ വരെ മാഡത്തോട് കള്ളം ഒന്നും പറഞ്ഞിട്ടില്ല, ആണല്ലോ? ഋഷിയെ
നിങ്ങൾ എവിടെ വെച്ചാ? എയർപോർട്ടിൽ നിന്ന് തന്നെയാ പൊക്കിയത്. ദേ, ഈ നിൽക്കുന്ന ആളെ നന്മയുള്ളവനാണെങ്കിലും മാഡം ആദ്യം പറഞ്ഞത് സത്യമാ. താനീ ഗുണ്ടയാ. 4 കൊലപാതക കേസിലെ പ്രതിയാ. കുറെ കാലം ജയിലിലുമായിരുന്നു. മാഡത്തിന്റെ ഗുണ്ട സെറ്റപ്പിലുള്ളവരുടെയൊക്കെ ആശാനാ കക്ഷി. ദേവികെ, അവനെ നീ എങ്ങനെ ഉപദ്രവിച്ചാലുണ്ടല്ലോ. ബഹളം വെക്കാനും തോക്കെടുക്കാനും ഒന്നും പോണ്ട. മേഡം അങ്ങനെ ബുദ്ധിമോശവും ചെയ്യില്ല. 4 കൊലപാതകം ചെയ്ത പ്രതിയായ എനിക്ക് ഒന്നുകൂടി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് മാഡത്തിന് നന്നായിട്ടറിയാം. ദേവികെ, എന്റെ മോന്. മാഡത്തിന്റെ സകല കള്ളത്തരവും പൊളിഞ്ഞു വീണേക്കുക. ഇനി ദേഷ്യം കാണിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. പക്ഷെ മാഡത്തിന്റെ മനസ്സിൽ ഇത്രയും ദുഷ്ടതയുണ്ടെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. അത് ഞാൻ ചില സാഹചര്യങ്ങളിൽ പെട്ട് അങ്ങനെ സംഭവിച്ചു പോയതാ. ഏത് സാഹചര്യത്തിലായാലും ശരി, ഇതുപോലൊരു കൊടും കുറ്റത്തിന് മാഡം കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഋഷി മരിച്ചുവെന്നും നന്ദു കൊന്നൂന്നൊക്കെ കരുതി ഞങ്ങൾ എത്ര ദിവസമാ തീ തിന്നെന്ന് മാഡത്തിന് അറിയോ? ദ്രോഹമല്ലേ കാണിച്ചത്? എന്നോട് കാര്യങ്ങളൊന്നും അറിയിക്കാൻ പാടില്ലായിരുന്നോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്റെ മോനെ വിട്ടുതാ. അതെങ്ങനെ വിട്ടുതരും? ഒരു പാല് വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണോന്ന് പറയുമല്ലോ. ഋഷിയെ വിട്ടുതരാം. പകരം നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള നന്ദുവിനെ തിരികെ തരണം. നന്ദൻ എന്റെ കസ്റ്റഡിയിലാണെന്നോ? ആര് പറഞ്ഞു? മാഡത്തിന്റെ കൂട്ടുകാരെയും കൂടി ഉദ്ദേശിച്ചിട്ടാ മാഡത്തിന്റെ കസ്റ്റഡി എന്ന് പറഞ്ഞത്. എന്റെ കൂട്ടുകാരോ? ആ, കെവിനും ഇസബെല്ലയും ഒക്കെ മാഡത്തിന്റെ ഗ്യാങ് അല്ലേ? അവർക്കറിയാം നന്ദു എവിടെയുണ്ടെന്ന്. ദേവിക്ക് ഞാനൊന്ന് പറയട്ടെ. വേണ്ട മാഡം. നന്ദുവിനെ കിട്ടിയ അടുത്ത നിമിഷം ഋഷിയെ പുറത്തു വിടും. അല്ലെങ്കിൽ അവൻ അനുഭവിക്കും. ഋഷി നിന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ നന്ദനെ ഇസബെല്ല തട്ടിയെടുത്തതാണെന്ന് അറിയാമെങ്കിൽ എന്തുകൊണ്ടാ നീ നേരത്തെ എന്റെ അടുത്തേക്ക് വരാന്നേ? എന്തിനാ പോലീസിലെ പരാതിയായിട്ട് ചെന്നേ? അത് ശ്രദ്ധ മാറ്റാൻ. പോലീസും മറ്റുള്ളവരും നമ്മളെ 2 കൂട്ടരെയും പെട്ടെന്ന് സംശയിക്കാതിരിക്കാൻ. ഇനി നിങ്ങളെല്ലാരും കൂടെ അങ്ങ് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. എന്തായാലും ശരി, നന്ദുവിനെ കിട്ടിയിട്ടേ ഋഷിയെ വിട്ടയക്കും. ദേവിക, ഞാൻ നന്ദു എത്തുന്നത് വരെ ഋഷി എസ്തപ്പാൻ ചേട്ടന്റെ ടീമിന്റെയും ഫുൾ പ്രൊട്ടക്ഷനിലായിരിക്കും. അപ്പൊ ശരി, പോവാ എസ്തപ്പാൻ ചേട്ടാ. പിന്നെ ഇവിടെ നടന്ന സംഭവം കൂടെ പോലീസിനെ എങ്ങനെ അറിയിച്ചാൽ ഋഷിയുടെ കഥ അപ്പോ കഴിയും. അവനൊന്നും ചെയ്യരുത്. ഞാൻ പോലീസിലൊന്നും പറയില്ല. അവനും മാഡം, നന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് എന്നെ വിളിച്ചാ മതി. ബാക്കിയൊക്കെ പിന്നെ. മോന്റെ ജീവൻ മാഡത്തിന്റെ പ്രവൃത്തിയിലാ. മര്യാദക്കായാൽ മോനെ ജീവനോട് തിരിച്ചു കിട്ടും. അല്ല ചാരിക, നീ എന്താ എത്ര പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ വീട്ടിൽ പറയാൻ പോയേ? അത് ശരി, അപ്പൊ ഒക്കെ തുറന്നു പറഞ്ഞ് വീട്ടുകാരുടെ സമ്മതം മേടിച്ചതായി കുറ്റമല്ലേ? കെവിനേട്ടൻ എന്താ മനസ്സിൽ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചുമ്മാ പ്രേമിച്ച് നടക്കാന്നോ? ഞാൻ കരുതിയത് എല്ലാത്തിനും തീരുമാനമാക്കിയാല് കെവിൻ ചേട്ടൻ വലിയ സന്തോഷത്തിലായിരിക്കും.
കെവിനേട്ടന് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഓ പിണങ്ങിയോ? ദേ ഒരൊറ്റ അടി വെച്ചു വരെ. നീ ചെയ്ത് നല്ല കാര്യം തന്നെയാ, ഞാനും വലിയ സന്തോഷത്തിൽ തന്നെ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദേവിക എന്നെ വിളിച്ചപ്പോ സത്യത്തിൽ നന്ദന്റെ കാര്യം എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നാ ഞാൻ കരുതിയേ. വീട്ടിൽ വന്നപ്പോ നമ്മളെ കല്യാണക്കാരിയാണ് വിഷയം എന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് വരണ്ടു. നീ ഒരു സൂചന പോലും തന്നിട്ടില്ലായിരുന്നല്ലോ, അതൊക്കെ വെച്ചിട്ടാ ഞാൻ ചോദിച്ചത്. അല്ല, വീട്ടിൽ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ? ഏയ് അങ്ങനെയൊന്നുമില്ല. കെവിനേട്ടനും ഞാനും കൂടിയുള്ള ബന്ധം വീട്ടിലറിഞ്ഞ എങ്ങനെ എടുക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വച്ചു നീട്ടിക്കൊണ്ട് പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ രണ്ടിലൊന്ന് അറിയാൻ തീരുമാനിച്ചു. കെവിനേട്ടനോട് പോലും ആലോചിക്കാതെ ഒക്കെ വീട്ടിൽ പറഞ്ഞത് അങ്ങനെയാ. പക്ഷേ ദേവിക നമ്മുടെ പ്രേമം ഇത്ര എളുപ്പം അംഗീകരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ ഇത്ര എളുപ്പം അംഗീകരിച്ചെന്നോ? ബെസ്റ്റ്. വീട്ടിൽ വന്ന് നോക്കണമായിരുന്നു. അവിടെ ഏതാണ്ട് ഒരു രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു. അല്ല, നിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ? കെവിൻ ചേട്ടനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, പ്രണയം എന്ന് പറയുന്ന സംഭവം ഇഷ്ടപ്പെടാഞ്ഞിട്ടാ. പരസ്പരം കണ്ടു മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്നവരെ കല്യാണം കഴിപ്പിക്കലല്ലോ വീട്ടുകാർക്ക് സന്തോഷം. എവിടുന്നോ ഉള്ള ഏതോ പയ്യനെ മകളുടെ മണ്ടയ്ക്ക് വെച്ച് കെട്ടി 10,000 പേർക്ക് സദ്യ കൊടുക്കുന്നതിലല്ലേ അന്തസ്. പണ്ട് മുതലേ അതല്ലേ നാട്ടു നടപ്പ്. ദേവിയേച്ചിയും അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് ഉപദേശിച്ചു. ഓ, ഞാൻ നടത്തിയ ഫൈറ്റ് കാണണമായിരുന്നു ആശാനെ. എന്തായാലും അവസാനം വീട്ടുകാർ വഴങ്ങി. സത്യത്തിൽ എനിക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹം ഇപ്പൊ ഇരട്ടിയാവുക. താങ്ക് യു കെവിനേട്ടാ. അല്ല, നന്ദനെ കാണാത്തതിന്റെ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ കല്യാണക്കാരി നീ എന്തിനു വീട്ടിൽ അവതരിപ്പിച്ചു എന്ന് എനിക്കങ്ങ് ടെൻഷനായി. അതുകൊണ്ടാണ് നേരത്തെ അങ്ങനെ ചോദിച്ചത്. സോറി. ആ അത് കള, എല്ലാം നന്നായിട്ട് അവസാനിച്ചില്ലേ? നന്ദേട്ടന്റെ കാര്യം കഷ്ടം തന്നെയാ. അതുപോലെ തന്നെ ആ ഋഷിയുടെ കാര്യത്തില് അരുന്ധതി മാഡം നല്ല വിഷമത്തിലാണെന്നാ തോന്നുന്നത്. അല്ല, ആ ഋഷിയെ കുറിച്ച് ചേച്ചി എന്തോ ഫോണിൽ സംസാരിക്കുന്ന കേട്ടു. എന്ത് സംസാരിച്ചു? അതിന് കെവിൻ ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ? പേടിയോ? എനിക്കെന്ത് പേടി? അല്ല, ഞാൻ ചോദിച്ചതാ. എന്താ ദേവിക പറഞ്ഞത്? സംസാരിച്ചൊന്നും വ്യക്തമായില്ല. ഋഷിയെ കുറിച്ച് കെവിൻ ചേട്ടൻ എന്തേലും അറിയോ? എന്തറിയാന്ന്? എനിക്കൊന്നും അറിയില്ല. അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അറിയാവോന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാ. ഒരു മിനിറ്റ്, ഒരു ഫ്രണ്ട് വിളിക്കുന്നു. അല്ല, ഞാനൊന്ന് എടുത്തോട്ടെ. ഹലോ ആന്റി. കെവിൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. എന്താ ആന്റി? നന്ദൻ ഇപ്പൊ എവിടെയുണ്ട്? എന്താ ആന്റി? നന്ദൻ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയണം. പറയൂ ആന്റി. എനിക്കറിയില്ല, ഞാൻ വിളിക്കാം. കെവിൻ. ഇപ്പൊ ഒരു തിരക്കില്ല. ഹലോ. ഒരു ഫ്രണ്ട് വിളിച്ചതാ. ഫ്രണ്ടിനെ ആന്റിന്നാ വിളിക്കുന്നേ? അല്ല, ഈ പ്രായമായ ഫ്രണ്ടാ, ഈ കമ്പനി കാര്യത്തിലൊക്കെ ഇടപെടുന്ന. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ കെവിനേട്ടാ. എന്ത് കളത്തരം? ചുമ്മാ സംശയം ഉണ്ടെങ്കിൽ നോക്കോ. പെണ്ണിന്റെ ഒരു കാര്യം. ആ ഫോണിങ് എന്താ? അരുന്ധതി. ആ, ഈ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാ. അതങ്ങ് പറഞ്ഞാ പോരെ. അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ കെവിനേട്ടന്റെ ഡൗട്ട്? എന്നാ നമുക്ക് പോവാൻ. ശരി. ആ പോ. ശരി. നമ്മളെന്തായാലും ഇങ്ങനൊരു നീക്കം നടത്തിയത് നന്നായി. പക്ഷേ
അതുകൊണ്ട് ഫലം ഉണ്ടാവും ഉറപ്പുണ്ടോ ദേവിക്ക്? ഉണ്ട് മുരളിയേട്ട. ഒരുപാട് വൈകിട്ടാണെങ്കിലും കുറേയേറെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. ഇവിടുന്ന് നമുക്ക് തുടങ്ങണം. ആ അരുന്ധതി നമ്മുടെ മുമ്പിൽ നിന്ന് ഉരുകയായിരുന്നു. അരുന്ധതി മാഡം ആകപ്പാടെ പേടിച്ചെന്നുള്ളത് നേരാ. ആ ഋഷി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്തു. കെവിന്റെ ഇസബെല്ലയുടെയും കാര്യത്തിൽ മാഡത്തിന് സംശയവും വന്നിട്ടുണ്ട്. ഇനി വളരെ സൂക്ഷിക്കണം. മാഡത്തിന്റെ രീതികൾ ശരിക്കും എനിക്കറിയാം. ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ച അത് നടപ്പാക്കിയേ അടങ്ങും. എസ്തപ്പാൻ ചേട്ടന്റെ ഈ വീട് കണ്ടുപിടിച്ച് അവരിങ്ങോട്ടേക്ക് ആളെ അയക്കാനും സാധ്യതയുണ്ട്. ആയിക്കട്ടെ, ആള് വരുന്നൊന്നും കാത്തിരിക്കുക. ഞാൻ ഒരബദ്ധം പറ്റി. പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നന്ദൻ മോനെ നമുക്ക് നഷ്ടപ്പെട്ടു. എന്റെ ഭാഗത്ത് വന്ന വലിയ വീഴ്ചയാണത്. ആ വലിയ പിഴവിന് പ്രായച്ചിത്തം ചെയ്യാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എസ്തപ്പാൻ ചേട്ടൻ സ്വയം അങ്ങനെ കുറ്റപ്പെടുത്തോ പ്രായച്ചിത്തം ചെയ്യുകയൊന്നും വേണ്ട. ചേട്ടൻ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമായി കണ്ട നന്ദുവിനെ സംരക്ഷിച്ചു നിർത്തിയത്. ഇത്തരം ഒരു ആക്രമണം ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അന്നു മുതൽ എസ്തപ്പാന് ഈ ഒരൊറ്റ പറച്ചിലേ ഉള്ളു മോളെ. എസ്തപ്പാനാ എല്ലാത്തിനും ഉത്തരവാദിയെന്ന്. ഏയ്, അങ്ങനെയൊന്നും വിഷമിക്കരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ടാ എല്ലാം ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ലക്ഷ്യം നേടിയേ പറ്റൂ. അതിനെ വാശിയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇനി വിഷമവും പശ്ചാത്താപവും ഒന്നും വേണ്ട. അതെ, എസ്തപ്പാൻ ചേട്ടൻ കേട്ടല്ലോ. മോളെ, സ്വന്തം ജീവൻ കളഞ്ഞിട്ടായാലും നന്ദൻ സാറിന്റെ മോൾക്ക് വേണ്ടി ഈ എസ്തപ്പൻ കൂടെ നിൽക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിനെ കണ്ടുപിടിക്കും. അത് ഉറപ്പാ എസ്തപ്പാൻ ചേട്ടൻ. നമ്മൾ ഇറക്കിയ ഗെയിം വർക്കൗട്ട് ആവും. ചിലപ്പോ ഇസബെല്ലയുടെയും കെവിന്റെയും അറിവോടെ തന്നെ എവിടെയെങ്കിലും ആവാം നന്ദു. വൈകാതെ തന്നെ എല്ലാത്തിനും ഉത്തരം കിട്ടും. മാഡം, ഋഷിയുടെ കാര്യം അന്വേഷിക്കാനാ വന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒക്കെ അന്ന് സംസാരിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞതല്ലേ. ഋഷിയെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്കിപ്പോ അറിയേണ്ടത് നന്ദനെ കുറിച്ചാ. നന്ദൻ എവിടെയാ? മാഡത്തിന് ഇതെന്താ പറ്റിയേ? ഇതുവരെ ഋഷിയെ കണ്ടില്ലെന്നായിരുന്നല്ലോ വെപ്രാളം. ഇപ്പതാ വന്ന് പറയുന്നു ഋഷിയുടെ കാര്യം വിട്ടേക്ക്, നന്ദനെ കുറിച്ച് അറിഞ്ഞാൽ മതിയെന്ന്. ആക്ച്വലി മാഡത്തിന്റെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നമാ ഞാൻ പറഞ്ഞത്. എനിക്ക് നന്ദൻ എവിടെയാണെന്ന് അറിയണം. നന്ദൻ എവിടെയാണെന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ ചന്ദ്രോത്ത് ചെന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ ദേവികയെ വിളിക്ക്, അവള് പറഞ്ഞുതരും. നന്ദൻ എവിടെയാണെന്നുള്ളതെന്ന് ദേവികയ്ക്കോ ചന്ദ്രോത്തുകാർക്കോ അല്ല ഇപ്പൊ അറിയുന്നത്, നിനക്കാ. എന്താ ആന്റി? മാഡം നമ്മളെ ഇട്ട് പരീക്ഷിക്കാ കെവിൻ. ഋഷി എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടല്ലേ മുമ്പ് മാഡം ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഋഷിയെ വിട്ടു. ഇനി നന്ദനെ കണ്ടുപിടിച്ചു കൊടുത്താൽ മതിയെന്ന്. നന്ദനെ പ്രത്യേകിച്ച് കണ്ടുപിടിച്ചു തരുമൊന്നും വേണ്ട. നന്ദൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളല്ലേ നന്ദൻ എവിടെയോ കൊണ്ടുപോയി തടങ്കിൽ വെച്ചേക്കുന്നേ. ആന്റി ഇതെന്തൊക്കെയാ പറയുന്നേ?
ഞങ്ങൾ നന്ദൻ അന്വേഷിച്ചാ നടക്കുന്നേ. അത് ആന്റിക്ക് വ്യക്തമായിട്ടും അറിയാം. ഇത് നാടകമാ കെവിൻ. നമ്മളെ മണ്ടരാക്കുന്ന ഒരു നാടകം. അല്ലെങ്കിൽ പിന്നെ ഋഷിയെ കുറിച്ച് അറിയണ്ട, നന്ദനെ കൊടുത്താ മതിന്ന് ഇവര് പറയോ? ഇസബല്ല, മാഡം, ദേ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് നന്ദനോട് പ്രത്യേകിച്ച് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. നന്ദനോട് വൈരാഗ്യമായിട്ട് നടന്നത് ഋഷിയാ. അപ്പൊ നന്ദൻ എവിടെയെന്നറിയാൻ ഋഷിയോട് ചോദിച്ചാ മതി. ദേ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. എന്നെ പരിഹസിക്കുന്നു നീ. പ്ലീസ്. ഋഷിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു പരിചയക്കാരിയെ പോലെ ചോദിച്ചപ്പോ നിനക്ക് പുച്ഛം. അപ്പൊ ഇനി പഴയ അരുന്ധതിയായിട്ട് തന്നെ ചോദിക്കാം. പറ, നന്ദൻ എവിടെയാ? ആന്റി, ആന്റി പ്ലീസ് വിടാന്റി. ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? ചെന്ന് ഋഷിയോട് ചോദിക്കാൻ. ഋഷിയോട് ചോദിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന എന്തിനാ? ഈ പെണ്ണെ, നിനക്ക് കാലുറപ്പിച്ച് നിക്കണമെങ്കിൽ പാപ്പനും ചാച്ചനും ഒക്കെ വേണം. പക്ഷേ അരുന്ധതിക്ക് ഞാൻ മാത്രം മതി. ആന്റി, ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളാ ആന്റി. ഋഷിയുടെ അമ്മ എന്ന നിലയ്ക്കും ഒരു കമ്പനിയുടെ ഉടമസ്ഥ എന്ന നിലയ്ക്കും സത്യമായിട്ട് ഞാൻ പറയുക, നന്ദനെ കുറിച്ചോ ഋഷിയെ കുറിച്ചോ സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദനെ കുറിച്ച് നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. നന്ദനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തറിയാവുന്ന? മാഡം എന്തൊക്കെയാ പറയുന്നേ? ബെല്ല,